എവിടാ നിന്റെ പുന്നാര മോൻ? മടിയിൽ വെച്ചോണ്ടിരിക്കാതെ ഇറക്കി വിടറാ അവനെ. മോന വെറുതെ വേഷം കെട്ടെടുക്കരുത്. പെൺപിള്ളേരെ വഴിയടക്കാൻ സമ്മതിക്കുകയല്ല അവൻ. നീ ഇത്ര ചാടാനും മാത്രം അല്ല എന്തോ ഇതെന്നാ പറയുന്നത്. വിളിച്ച് ചോദിക്കണം അവനോട്. ദിവസം കുറയായി എന്റെ മോളിത് സഹിക്കുന്നു. ഇത്ര മാത്രം തൊണ്ണൂറത്തോട് പെണ്ണുണ്ടായേ. ആണുങ്ങൾ സംസാരിക്കുന്നത് കേറി പറയാൻ നീ ആരായി? മെക്കെട്ട് കയറുന്നൊക്കെ സ്വന്തം കെട്ടിയോളൂ മതി. അച്ഛൻ എന്തിനാ ഈ വർക്കത്തില്ലാത്തവരോട് സംസാരിക്കാൻ പോകുന്നേ? വർക്കത്തില്ലാത്തത് നിന്റെ തന്തക്കാടി. ഏതല്ലേ നിങ്ങളെന്റെ വായിലിരിക്കുന്നത് കേൾക്കും. നിന്ന് ഇലക്കാതെ കെട്ടിയോനെ വിളിച്ചോണ്ട് പോടി. ഇനി എങ്ങാനും അവരെന്റെ മോളെ കളിയാക്കിയ മതി മതി, നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് വാ ഇങ്ങോട്ട്. അലിയിലിങ്ങ് വരട്ടെ. അവൻ കളിയാക്കിയെങ്കിലേ നന്നായി. അല്ലെങ്കിലും ആ പെണ്ണിന് രണ്ടെല്ല് കൂടുതൽ. നീ ഇനി അവനോട് ചോദിക്കാനും പറ്റ പോകണ്ട. പ്രിയേ, നീ എനിക്ക് ഇതുവരെ ഒരു മറുപടി തന്നില്ല. സുനിലിന് എന്താ വേണ്ടേ? എനിക്ക് പറയാനുള്ളൂ ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതല്ല പ്രിയേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. നല്ലോണം ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛൻ ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യത്തുമില്ല. അപ്പോ നിനക്കെന്നെ ഇഷ്ടമല്ലാന്നല്ല? ഇത് വലിയ ശല്യമായല്ലോ. ഇല്ല, എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ ദിവസമൊന്നും പോരാഞ്ഞിട്ടാണോ? വെറുതെ ചൂടാവണ്ട. നിങ്ങളുടെ മോനാ എന്റെ പുറകെ ചൊറിഞ്ഞോണ്ട് വരുന്നേ. ഓ പിന്നെ നാണയില്ലടാ വല്ല പെമ്പിള്ളേരുടെ ഒക്കെ പുറകെ. എന്നിട്ട് ഇനി ഇതും പറഞ്ഞോണ്ട് വേണം മോഹനം വന്ന് അലമ്പുണ്ടാക്കാൻ. ഞാൻ എന്നാ ചെയ്തു പപ്പ ഈ പറയുന്നേ? അയ്യോ, സാർ ഒന്നും ചെയ്തില്ല. രാവിലെ ആഫീസിലിരുന്ന് നോട്ട് എണ്ണുവല്ലായിരുന്നോ? ഒരു ജോലി കിട്ടാത്ത എന്റെ കുഴപ്പമാണോ? അല്ലടാ, കുഴപ്പം മുഴുവൻ എന്റെയാ. പൊരയുടെ വീട് വെച്ച കാശാ ബോംബെ കൊണ്ടേ മുടിപ്പിച്ചെന്ന് വല്ല വിചാരം ഉണ്ടായിരുന്നെങ്കിൽ. വിസാകാരം പറ്റിച്ചതിന് ഞാൻ എന്നാ ചെയ്യാനാ? വേണ്ടടാ, നീ ഒന്നും ചെയ്യണ്ട. കുളത്തിലോട്ട് കല്ലു എറിഞ്ഞോണ്ടിരുന്നു. 2 ആൺമക്കളുണ്ടായപ്പോ ഞാൻ വിചാരിച്ചു വയസ്സ് കാലത്തൊരു താങ്ങായല്ലോ എന്ന്. ഏതായാലും നിന്റെയൊക്കെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും. എറിഞ്ഞോ. സന്ധ്യയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും അങ്ങ് എത്തിയേക്കണേ. നാളെ എറിയണ്ടല്ലേ, ഗോണം പിടിക്കാത്തവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും കൈയും കെട്ടി നോക്കിയിരിക്കാൻ നമുക്കാവില്ല. മാനേജ്മെന്റിന്റെ ഈ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരം നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിന് എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നു ഉറപ്പുണ്ടോ ജോസേ? ആ മോഹന്റെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞോണ്ട് വരുന്നത്? അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേരെ. ഈ സമരത്തിൽ എല്ലാവരും സഹകരിക്കും. ഇല്ലെങ്കിൽ സഹകരിപ്പിക്കും. ഏതായാലും 2 ആഴ്ചയോടെ നമുക്ക് നോക്കാം. അതിനുശേഷം ഒരു അവധിയില്ലെന്ന് ഞാൻ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തൽക്കാലം നമുക്ക് പിരിയാം. നന്ദി, നമസ്കാരം. അല്ലെങ്കിൽ പിന്നെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ ഒതുക്കേണ്ട നിങ്ങളുടെ മാത്രമല്ല, എന്റെയും കൂടെ ആവശ്യമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഒരു ഈച്ച പോലും ഇത് അറിയാനിട വരരുത്. കുറഞ്ഞത് ഒരു 4 മാസത്തേക്കെങ്കിലും മോഹൻ വെളിയിലായിരിക്കണം. അതിനുള്ള പണിയൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നാളെ മുതൽ മോഹൻ ഈ ഫാക്ടറി ജോലിക്കാണില്ല. പോരെ? മതിയോ? അത് മതി. നിങ്ങൾ എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ. നിങ്ങളുടെ പ്രശ്നം എൻ്റെയും പ്രശ്നം. ധൈര്യമായിട്ടിരിക്കുക. ഇതൊന്ന് മാറ്റി എഴുതിയേക്ക്.
ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച എന്ത് കാര്യവും സാധിക്കൂടോ. പള്ളിയായ പള്ളി മുഴുവൻ കയറി നിറങ്ങുന്നവരാ നമ്മുടെ ജോസും കെട്ടിയോളും. എന്നിട്ടോ എന്നും കടവും കള്ളുകൂടിയും തമ്മിത്തലും തന്നെയാ. എടോ, ഈ ദൈവമൊന്നും പള്ളിന്നൊക്കെ പറയുന്നതേ വെറും ഒരു തട്ടിപ്പാ. അല്ല, തന്റെ പേടി കണ്ടപ്പോ ഞാൻ ആ പള്ളിയെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെ പേടിക്കാതിരിക്കും? സമരം ചെയ്ത് എന്റെ കുടുംബം പട്ടിണിയിലായാലേ താൻ തരുവോ കഞ്ഞിക്കുള്ള വക? അല്ല മോഹന, മോളുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ താൻ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇഷ്ടം പോലെ വിദ്യാഭ്യാസ ലോൺ കിട്ടും. ബാംഗ്ലൂരോ കോയമ്പത്തൂരോ എവിടെ വേണമെങ്കിലും നഴ്സിംഗിന്. മോഹന, മാനേജർ വിളിക്കുന്നു. ചെല്ലു മോഹന. സാറെന്നെ വിളിച്ചോ? താൻ എന്താടോ വിചാരിച്ചത്? ഞങ്ങളൊക്കെ ഒരു മണ്ടന്മാരാണെന്നോ? എന്തു പറ്റി സാർ? ഇവനെയൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. സാർ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ഒന്നും അറിയാത്തൊരു പച്ച പാവം. അയ്യോ സാർ, ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ കടത്തി വിൽക്കുക, എന്നിട്ട് ആരും അറിയാതിരിക്കാൻ രേഖകൾ ഉണ്ടാക്കുക. അയ്യോ സാറേ, ഞാൻ ഈ സ്റ്റോക്ക് ബുക്കുകളൊന്നും ഞങ്ങളാരും നോക്കില്ലെന്നാണ് കരുതിയേ. 50,000 രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കള്ളക്കണക്ക് എഴുതി വെച്ചിരിക്കുന്നു. സാർ, ഇദ്ദേഹം വെറുതെ പറയുക. എനിക്കൊന്നും കേൾക്കണ്ട. യു ആർ സസ്പെൻഡഡ് ഇൻഡെഫിനിറ്റ്ലി. ബാക്കി കാര്യങ്ങളൊക്കെ എൻക്വയറി കമ്മീഷൻ തീരുമാനിക്കും. അയ്യോ സാർ, പ്രശ്നമാക്കരുത്. എന്റെ കുടുംബം പട്ടിണിയായി പോകും സാറേ. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇല്ല സാർ, സത്യമായിട്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഒരു സാധനവും ഞാൻ കട്ടിട്ടില്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയെല്ലാം താൻ എൻക്വയറി കമ്മീഷനോട് പറഞ്ഞാൽ മതി. മോഹന് പോകാം. മദ്യപാനമാണട മനസ്സിനുള്ള ആനന്ദം. രണ്ടു തുള്ളി ഉള്ളി ചെന്നാൽ സ്വർഗലോകമാണ്. നീ ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. സത്യം പറയടാ. ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ കെട്ടാൻ ചെണ്ട തലേ കയറുന്നടാ നായ. നിങ്ങൾ ഈ കാണിക്കുന്നേ? നീ കെട്ടിയവരെ വിളിച്ചിട്ട് അകത്തോട്ട് പോക്കോ, അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് തീരുവൻ. എന്റെ അപ്പം തന്നെ ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ കെട്ടത്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ.